പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മളെല്ലാവരും ഭക്ഷണം കഴിക്കാറുണ്ട് അല്ലേ? ഭക്ഷണം കഴിച്ച് രോഗികളാകുന്ന ഒരു കാലത്തിലൂടെയാണ് ഞാൻ നിങ്ങളൊക്കെ പോകുന്നത്. പ്രത്യേകിച്ച് മുസ്ലിമീങ്ങളായ നമ്മൾ ഉൾപ്പെടെ ബഹുഭൂരിപക്ഷം ആളുകളും, പ്രത്യേകിച്ച് മലയാളികളുടെ ദേശീയ ഭക്ഷണമാണ് നല്ല ചൂട് പൊറോട്ടയും ബീഫ് കറിയും അല്ലേ? അത് കിട്ടിയാൽ ഒന്ന് രുചി നോക്കാത്തൊരു മലയാളി ഉണ്ടാവില്ല. സത്യത്തിൽ ബീഫ് കഴിക്കാൻ പാടില്ല. ബീഫ് കഴിച്ചാൽ കൊളസ്ട്രോൾ ഉണ്ടാകും, അതുപോലെ തന്നെ അറ്റാക്ക് ഉണ്ടാകും, ക്യാൻസർ ഉണ്ടാകും, ഹൃദയത്തിന് ബ്ലോക്ക് ഉണ്ടാകും എന്നൊക്കെ ഒരുപാട് പേര് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. ഡോക്ടർമാർ ഉൾപ്പെടെ പറയുന്നുണ്ട്. സത്യത്തിൽ ബീഫൊക്കെ കഴിച്ചാൽ, ഇറച്ചി കഴിച്ചാൽ, റെഡ് മീറ്റ് കഴിച്ചാൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമോ? അതൊക്കെ സത്യമാണോ? നമുക്കൊന്ന് പരിശോധിച്ചാലോ? മാത്രമല്ല, ഈ ബീഫ് കഴിക്കാൻ പാടില്ല ആർക്ക്, ബീഫ് കഴിക്കാം എങ്ങനെ, വിശദമായ ഒരു ചർച്ച നമുക്കൊന്ന് നടത്തിയാലോ? ബീഫ് ചർച്ചയാണ്, ഇറച്ചി ചർച്ചയാണ്. കൂട്ടത്തിൽ 2 കുഞ്ഞൻ ദുആ പഠിപ്പിച്ചു തരാം. ബീഫ് കഴിച്ചാൽ പറയേണ്ട 2 ദുആ ഇൻഷാ അല്ലാഹ് കേട്ടാലോ? വിശദമായ ക്ലാസ് അവസാനം വരെ കാണണേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാന സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും നല്ല ആഫിയത്തും ആരോഗ്യവും ഒക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാത്തരം രോഗങ്ങളെ തൊട്ടുള്ള കാവലും അല്ലാഹു തആല നൽകുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് പേര് ഹോസ്പിറ്റലിൽ കഴിയുന്നു, വീടുകളിൽ സുഖമില്ലാതെ കഴിയുന്നു. ക്യാൻസർ രോഗം തൊട്ട് ഒരുപാട് പ്രശ്നത്തിലും സങ്കടത്തിലുമായ ഒരു ഉസ്താദ് പ്രത്യേകമായിട്ട് ദ്വാരക്കാൻ, നമ്മുടെ ഈ മജ്ലിസിൽ പ്രത്യേകം ദ്വാരക്കാൻ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ശാരീരികമായ ഒരുപാട് അസ്വസ്ഥതകളും രോഗങ്ങളൊക്കെ ഉണ്ട്. പല ഹോസ്പിറ്റലിലൊക്കെ കയറി ഇറങ്ങി, പക്ഷെ ഡോക്ടർമാർക്ക് പോലും എന്താണ് അസുഖം എന്ന് പറയാൻ പറ്റാത്ത, അരക്ക് താഴേക്ക് ഭയങ്കരമായ പ്രയാസത്തിലാണ് അദ്ദേഹം ഉള്ളത്. പ്രത്യേകമായി ദ്വാരക്കാൻ, ഇങ്ങനെ ഒരുപാട് ആളുകൾ പ്രത്യേകമായി ദ്വാരക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല നമ്മളോട് ആരൊക്കെ ദ്വാ ചെയ്യാൻ പറഞ്ഞു, പ്രത്യേകിച്ച് കമന്റിലൂടെയൊക്കെ ദ്വാരക്കാൻ വസിയത്ത് പറഞ്ഞ എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും രോഗങ്ങളും സങ്കടങ്ങളും അല്ലാഹു തആല മാറ്റി കൊടുക്കുമാറാവട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മളെല്ലാവരും മലയാളികളാണ്. ഈ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ലോകത്തുള്ള എല്ലാത്തരം ഭക്ഷണങ്ങളും രുചിച്ചിട്ടുള്ള ഒരു വിഭാഗമുണ്ടെങ്കിൽ അത് മലയാളികളാണ്. സത്യം പറഞ്ഞാൽ എത്രയോ തരത്തിലുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കഴിച്ചിട്ടുണ്ട്. ഇപ്പൊ ഞാൻ തന്നെ എത്രയോ ഭക്ഷണങ്ങൾ കഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ തനി നാടൻ ഫുഡ് എന്നൊക്കെ പറയാറില്ലേ അല്ലെ? നല്ല കുത്തരി ചോറും നല്ല മീൻകറിയും, അതുപോലെ തന്നെ എന്താ പറയാ, തോരനും ഉപ്പേരിയും അതും ഇതുമൊക്കെ ആയിട്ട് നല്ല നാടൻ ഊണ് നമ്മളൊക്കെ കഴിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അറബിക് ഫുഡ് നമ്മൾ കഴിക്കാറുണ്ട് അല്ലെ? അറബിക് ഫുഡായിട്ട് അറിയപ്പെടുന്ന മന്തി, അതുപോലെ തന്നെ അൽഫാം, ഷവർമ, ഷവായി എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ഫുഡ് ഐറ്റംസ് ഉണ്ട്. അതുമൊക്കെ നമ്മൾ കഴിച്ചതാണ്. അതുപോലെ ചൈനീസ് ഫുഡ് ഉണ്ട്, ഈ പാസ്ത അതുപോലുള്ള ഫുഡുകളുണ്ടല്ലോ, ഈ നൂഡിൽസ്, അതൊക്കെ ചൈനീസ് ഫുഡാണ്. അതുമൊക്കെ നമ്മൾ കഴിച്ചിട്ടുണ്ട്. കൊറിയൻ ഫുഡ്, അതും കഴിക്കുന്ന ധാരാളം മലയാളികളുണ്ട്. ഈ കൊറിയൻ ഫുഡ് എന്ന് പറഞ്ഞാൽ ഈ പന്നിയിറച്ചിയാണ് കൂടുതലുള്ളത്. അത് മുസ്ലിമീങ്ങളല്ല, അമുസ്ലിം സഹോദരന്മാരൊക്കെ അതും കഴിക്കാറുണ്ട്. അവിടെ യൂറോപ്യൻ ഫുഡ് ഉണ്ട്, അതുപോലെ തന്നെ തുർക്കിഷ് ഫുഡ് ഉണ്ട്, ഉത്തരേന്ത്യൻ ഫുഡ് ഉണ്ട്. അപ്പോൾ ഈ തുർക്കിഷ് ഫുഡിൽപ്പെട്ടതൊക്കെയാണ് ഈ ഷവർമയൊക്കെ എന്നൊക്കെ പറയപ്പെടുന്നു. അല്ലാഹു അലം, എന്തുമാവട്ടെ. പിന്നെ ഈ ഉത്തരേന്ത്യൻ ഫുഡ്, ഈ പാനിപൂരി, ഭെൽപൂരി, സേവ് പൂരി എന്നൊക്കെ പറഞ്ഞ് ഈ റോഡ് സൈഡുകളിലൊക്കെ വിൽക്കുന്ന അതുമൊക്കെ നമ്മൾ കഴിച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഏത് തരം ഭക്ഷണവും മലയാളി കഴിക്കാറുണ്ട്. എന്നാൽ മലയാളികളെ സംബന്ധിച്ചിടത്തോളം, ഈ പറയുന്ന ഞാൻ ഉൾപ്പെടെ, നമുക്കൊക്കെ ഒരു വികാരമാകുന്ന, മലയാളികളുടെ ദേശീയ ഭക്ഷണം എന്ന് അറിയപ്പെടുന്ന, ഒരിക്കലും ഒരു സ്ഥലത്ത് എഴുതി വെച്ചിട്ടില്ല, പക്ഷെ അത് അറിയപ്പെടുന്നത് നല്ല ചൂട് പൊറോട്ടയും നല്ല ബീഫ് വരട്ടിയതും ബീഫ് കറിയുമാണ്. അല്ലത് പറയുമ്പോൾ തന്നെ വല്ലാത്തൊരു ഫീലിംഗാണ്. അപ്പോൾ പൊറോട്ടയും ബീഫും അത് കഴിക്കാത്ത ഒരു മലയാളി ഉണ്ടാവില്ല. ഈ ബീഫിനെ എതിർക്കുന്നവർ പോലും, ബീഫ് കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നവർ പോലും രഹസ്യമായിട്ട് ആ സാധനം കഴിച്ചിട്ടുണ്ടാവും. വല്ലാത്ത ഒരു അല്ലാഹു തആല പ്രത്യേകമായ ഒരു ടേസ്റ്റ് അതിന് കൊടുത്തിട്ടുണ്ട് എന്ന് തന്നെയൊക്കെ പറയണം. പൊറോട്ടയും ബീഫും ഒക്കെ നമ്മളൊക്കെ കഴിച്ചിട്ടുണ്ട് പണ്ട് കല്യാണ വീടുകളിൽ, ഇപ്പോഴും കല്യാണ വീടുകളിലൊക്കെ നമ്മൾ കഴിക്കാറുണ്ട്. എന്തുമാവട്ടെ, പറഞ്ഞു വന്നത് ബീഫ് ആണ് നമ്മുടെ ഇന്നത്തെ വിഷയം. ഇറച്ചി, ബീഫ് എന്ന് പറഞ്ഞാൽ അതിൽ എന്തൊക്കെയുണ്ട്? ബീഫ്, അത് എരുമ, പോത്ത്, കാള, പശു എല്ലാം ഈ ബീഫിൽ പെടും. ഈ റെഡ് മീറ്റ് എന്ന് പറയാം, റെഡ് മീറ്റ് അതിൽപ്പെട്ടതാണ് ഈ പറഞ്ഞതും. അതുപോലെ തന്നെ മറ്റേ മട്ടൻ, അതുപോലെ തന്നെ പോർക്ക്, ഇതെല്ലാം ഈ റെഡ് മീറ്റിൽ പെടും. അപ്പൊ ബീഫ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ പറഞ്ഞ മൃഗങ്ങളുടെ ഇറച്ചിക്കാണ് ബീഫ് എന്ന് പറയാറുള്ളത്. സത്യത്തിൽ ബീഫ് കഴിക്കാൻ പാടില്ല. ബീഫ് കഴിച്ചാൽ കൊളസ്ട്രോൾ കൂടും, ബീഫ് കഴിച്ചാൽ ക്യാൻസർ വരും, ബീഫ് കഴിച്ചാൽ അറ്റാക്ക് വരും, ബീഫ് കഴിച്ചാൽ ഹൃദയരോഗങ്ങൾ വരും, ബീഫ് കഴിച്ചാൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നൊക്കെ ഇന്ന് ധാരാളമായി ഡോക്ടർമാരുൾപ്പെടെ പലരും ഒക്കെ പറയുന്നുണ്ട്. നമുക്കൊന്ന് സത്യാവസ്ഥ ഒന്ന് നോക്കിയാലോ. നമ്മളെല്ലാവരും കഴിക്കുന്ന ഭക്ഷണമാണ് ബീഫ് അല്ലെ? നല്ല ഇറച്ചി, നല്ല ഇറച്ചിക്കറി,
നല്ല ഇറച്ചിക്കറിയും നല്ല നെയ്ച്ചോറും ഒക്കെ കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് പ്രത്യേകിച്ച് മുസ്ലിമീങ്ങളായ നമ്മളെല്ലാവരും. ഇറച്ചി നാം കഴിക്കാറുണ്ട്. ഈ ബീഫ് എങ്ങനെയാ? ബീഫ് കറി വെച്ച് കഴിക്കും, ഗ്രില്ല് വെച്ച് കഴിക്കും, പൊരിച്ച് കഴിക്കും, കരിച്ച് കഴിക്കും, അല്ലെ? ഒക്കെ പല പല BBQ എന്നൊക്കെ പറഞ്ഞിട്ട് പല രൂപത്തിലും കോലത്തിലൊക്കെ ആയിട്ട് വൈവിധ്യമാർന്ന രുചികളിൽ ഈ മലബാറിലുള്ള ഉമ്മമാരൊക്കെ സത്യത്തിൽ അവരുടെയൊക്കെ ഫുഡ് ഭയങ്കര ടേസ്റ്റാണ്. ഞാനൊക്കെ പലപ്പോഴും പ്രസംഗിക്കാനൊക്കെ മലബാർ ഭാഗത്തൊക്കെ പോയിട്ടുണ്ട്. അവിടെയൊക്കെ നല്ല വെറൈറ്റി ഫുഡ്, നമ്മൾ ഇതുവരെ കാണാത്ത ചിന്തിക്കാത്ത തരത്തിലുള്ള ഫുഡുകളൊക്കെയാണ് അവിടെ. ഓരോ വസ്തു നമ്മൾ ചിലപ്പോൾ നിസ്സാരമായിട്ട് കാണുന്ന വസ്തു കൊണ്ടൊക്കെ വെറൈറ്റി ഫുഡുകൾ ഉണ്ടാക്കും. അതുപോലെ തന്നെ തെക്കൻ ജില്ലകളിലേക്ക് ചെന്നാലും അവിടെയും വെറൈറ്റി ഉള്ള ഭക്ഷണങ്ങളൊക്കെ ഉണ്ട്. പറഞ്ഞു വന്നത്, ഇങ്ങനെ ബീഫ് കൊണ്ട് നമ്മൾ വെറൈറ്റി ഭക്ഷണങ്ങൾ നമ്മൾ ഉണ്ടാക്കാറുണ്ട്, കഴിക്കാറുണ്ട്, അല്ലെ? ബീഫിന്റെ മറ്റേ ഈ കട്ട്ലേറ്റ് നമ്മൾ വെക്കാറുണ്ട്, കട്ട്ലേറ്റ് കഴിക്കാറുണ്ട്. അതുപോലെ തന്നെ പിന്നെന്താണ് ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്, കഴിക്കാറുണ്ട്. ഇങ്ങനെ ഈ ധാരാളമായി ബീഫ് കഴിക്കുമ്പോൾ എന്തെങ്കിലും പ്രശ്നം നമ്മുടെ ശരീരത്തിന് ഉണ്ടാകുമോ? അവിടെയാണ് നമുക്കിന്ന് ചർച്ച ചെയ്യാനുള്ളത്. പലരും ഇന്ന് പല ഡോക്ടർമാരും പറഞ്ഞു ബീഫ് ഒഴിവാക്കുക, റെഡ് മീറ്റ് ഒഴിവാക്കുക, ഇറച്ചി കഴിക്കാൻ പാടില്ല, കഴിച്ചാൽ കൊളസ്ട്രോൾ കൂടും, കഴിച്ചാൽ ഹൃദയത്തിന് ബ്ലോക്ക് ഉണ്ടാകും, അല്ലെ? ഹാർട്ടിന് ബ്ലോക്ക് ഉണ്ടാകും, പൊണ്ണത്തടി ഉണ്ടാകും എന്നൊക്കെ പറയാറുണ്ട്. ബീഫിന് മൊത്തത്തിൽ പറയുന്നത് റെഡ് മീറ്റ് എന്നാണ്. അതായത് ബീഫില് മയോഗ്ലോബിൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ ഉണ്ട്. അത് ഈ മറ്റേ നമുക്കറിയാം, ഈ എരുമയും അതുപോലെ പോത്തും കാളയൊക്കെ നമ്മൾ അതിനറുത്തിട്ട് കുറേ നേരം അതിങ്ങനെ ആ ഇറച്ചി ഇങ്ങനെ പുറത്തിരിക്കുമ്പോൾ അത് ഓക്സിജനുമായിട്ട് ചേർന്നിട്ട് അതിന് പ്രത്യേക തരത്തിലുള്ള ഒരു ചുവപ്പ് കളർ ഉണ്ടാകും. അതുകൊണ്ടാണ് അതിന് റെഡ് മീറ്റ് എന്ന് പറയാറുള്ളത്. ലോകത്ത് ഏറ്റവും കൂടുതൽ ബീഫ് കഴിക്കുന്ന രാജ്യം ഏതാണ്? ഇന്ത്യ അല്ല, സൗദി അറേബ്യ അല്ല, യൂറോപ്യൻ രാജ്യങ്ങളാണ്. അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളാണ് ഏറ്റവും കൂടുതൽ ബീഫ് കഴിക്കുന്ന രാജ്യം. ഏറ്റവും കൂടുതൽ പന്നിയിറച്ചി കഴിക്കുന്നത് കൊറിയക്കാർ. നമുക്കത് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല, അത് നമ്മൾ വിട്ടേക്കുവാണ്. പിന്നെ ഇന്ത്യക്കാരാണ് താരതമ്യേന കുറച്ച് ബീഫ് കഴിക്കുന്നതെന്നാണ്. പക്ഷെ ഏറ്റവും കൂടുതൽ ബീഫ് കയറ്റുമതി ചെയ്യുന്ന രാജ്യം അത് ഇന്ത്യയാണ്. പിന്നെ ഞാനിവിടെ പറഞ്ഞല്ലോ, ബീഫ് കഴിച്ചാൽ അങ്ങനെ ഉണ്ടാകും, അറ്റാക്ക് ഉണ്ടാകും, തടി ഉണ്ടാകും, പലതരത്തിൽ പല കാര്യങ്ങളൊക്കെ പലരും പറയുന്നുണ്ട്. സത്യത്തിൽ ഡോക്ടർമാർ പറയുന്നു, ബീഫ് ഇപ്പോൾ 1 കിലോ പോത്തിറച്ചി എടുത്താൽ, ഇപ്പൊ നമ്മളെ സാധാരണ ഉദഹിയത്തൊക്കെ നമ്മൾ അറുക്കുമ്പോൾ ബീഫ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ്, ഈ പോത്ത് അല്ലെങ്കിൽ കാളയൊക്കെയാണ് നമ്മൾ അറുക്കാറുള്ളത്. ആ ഇറച്ചിയിൽ എന്തുണ്ട്? പ്രോട്ടീൻ ഉണ്ട്. പ്രോട്ടീനാണ് മെയിനായിട്ട് പ്രോട്ടീൻ ഉണ്ട്, മിനറൽസ് ഉണ്ട്, വൈറ്റമിൻസ് ഉണ്ട്, അതുപോലെ തന്നെ സിങ്ക്, അയൺ, അങ്ങനെ ബി കോംപ്ലക്സ്, ഇങ്ങനെ ഒരുപാട് നമ്മുടെ ശരീരത്തിന് വേണ്ട ഒരുപാട് ഗുണങ്ങൾ ബീഫിൽ ഉണ്ട് എന്നാണ്. ബീഫ് പലതരത്തിൽ നമ്മൾ ഉപയോഗിക്കാറുണ്ടെന്ന് പറഞ്ഞു. കറി വെച്ചും പൊരിച്ചും കട്ട്ലേറ്റും സൂപ്പും ബർഗറും പിസ്സയൊക്കെ ആയിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഇനി ഈ ബീഫ് കഴിച്ചാൽ ധാരാളമായിട്ട് ദോഷങ്ങളും ഉണ്ടാകും. ഇപ്പൊ നമ്മൾ ഗുണങ്ങൾ പറഞ്ഞു. ബീഫ് കഴിച്ചാൽ കിട്ടുന്ന ഗുണങ്ങൾ എന്താ? നല്ല പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ നല്ല ശരീരത്തിൽ ഉന്മേഷം ഉണ്ടാകും, കണ്ണിന് നല്ല കാഴ്ച കിട്ടുമെന്നാണ്, ശരീരത്തിന് ഉഷാറുണ്ടാകുമെന്നാണ്. 40 ദിവസത്തിന്റെ ഇടയിൽ ഒരു പ്രാവശ്യമെങ്കിലും ബീഫ് കഴിക്കണമെന്നാണ്. നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിതത്തിൽ ഒരുപാട് കണ്ട് കഴിച്ചിട്ടുള്ള ഒരു ഫുഡാണ് ബീഫ് എന്ന് പറഞ്ഞാൽ. നബി തങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഇറച്ചി നല്ല ഈ ആടിന്റെ ഇറച്ചിയാണ്. റസൂലുള്ളാഹി തങ്ങൾ അത് കഴിക്കും. ഒരുപാട് നമ്മൾ കഴിക്കുമ്പോൾ ഒരു ആടിനെയൊക്കെ പൊരിച്ചു കൊണ്ടുവന്ന് അല്ലെങ്കിൽ പുഴുങ്ങി കൊണ്ടുവന്ന് കഴിക്കലല്ല. നബി തങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഈ എന്താ പറയാ, ഈ 3 വിരലാണ് ഉപയോഗിക്കാറ്. ഈ 3 വിരൽ കൊണ്ട് ഇങ്ങനെ പിച്ചിട്ട് അല്പം കടിക്കുക. അതാണ് നബി തങ്ങളുടെ കഴിപ്പ്, അതാണ് സ്വഹാബിമാരുടെ കഴിപ്പ്. നമ്മളിങ്ങനെ എടുത്തിട്ട് നല്ല ഫുഡ് അടിക്കും, അല്ലേ? അപ്പോഴാണ് ഈ രോഗങ്ങൾ കൂടുന്നത്. ഈ ബീഫ് അമിതമായി കഴിച്ചാൽ അമിതവണ്ണം ഉണ്ടാകും, വയറിൽ കൊഴുപ്പ്, അല്ല കുടവേർ ഇങ്ങനെ ധാരാളമായി ഉണ്ടാകും, BP കൂടും. പ്രത്യേകിച്ച് ഈ ബീഫ് നമ്മൾ പൊരിച്ച് നല്ല എണ്ണയിലേക്ക് ഇട്ട് വറുത്ത് കഴിക്കുമ്പോൾ വല്ല ടേസ്റ്റ് ഉണ്ടാകും. പക്ഷെ അമിതമായിട്ട് അത് ആയാൽ BP കൂടും, അറ്റാക്ക് ഉണ്ടാകും, വൻകുടലിൽ ക്യാൻസർ ഉണ്ടാകും, പ്രമേഹം ഉണ്ടാകും, യൂറിക് ആസിഡ് ഉണ്ടാകും. ഇത് എന്താണ്? അമിതമായി കഴിച്ചാൽ, ബീഫ് കഴിച്ചാലെന്നല്ല, ബീഫ് അമിതമായി കഴിച്ചാൽ ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. ഡോക്ടർമാർ പറയുന്നു, ഒരാള് ബീഫ് കഴിക്കാൻ ഉദ്ദേശിച്ചാൽ അവൻ എപ്പോഴാണ് കഴിക്കേണ്ടത്? രാവിലെ കഴിക്കുന്നതിനേക്കാൾ, രാത്രി കഴിക്കുന്നതിനേക്കാൾ ബീഫ് കഴിക്കാൻ ഏറ്റവും നല്ലത്, ഇറച്ചി കഴിക്കാൻ ഏറ്റവും നല്ലത് ഉച്ചക്ക് സമയത്താണ്. ഉച്ചക്ക് ഒരു അല്പം ബീഫ് കഴിച്ചാൽ അവനിക്ക് ശരീരത്തിന് അധികം കേടുണ്ടാവില്ല. അതും ആഴ്ചയിൽ ഒരു പ്രാവശ്യമായിരിക്കണം കഴിക്കേണ്ടത്. ഒരു ഞായറാഴ്ച ഒരു കല്യാണത്തിന് നല്ല ബീഫ് കൂട്ടി നല്ല ബിരിയാണി കഴിച്ചു, പിന്നെ അടുത്ത ഞായറാഴ്ച ആയിക്കോട്ടെ, അപ്പൊ ശരീരത്തിന് വലിയ പ്രശ്നം ഉണ്ടാവില്ല. ഇത് ശനിയാഴ്ചയും ബീഫ്, ഞായറാഴ്ചയും ബീഫ്, തിങ്കളാഴ്ചയും ബീഫ്, ബീഫോട് ബീഫ്, ഇറച്ചിയോട് ഇറച്ചി, അപ്പോഴാണ് പ്രശ്നം ഉണ്ടാകുന്നത്. അങ്ങനെയാണ് ഈ മുസ്ലിമീങ്ങൾക്ക് ഈ കൊളസ്ട്രോളും ഷുഗറും, അല്ലെ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ?
രണ്ട് പെരുന്നാളും റമദാൻ കഴിഞ്ഞ് ചെറിയ പെരുന്നാൾ കഴിഞ്ഞാൽ പിന്നെ നേരെ പോകുന്നു ആശുപത്രിയിലേക്ക് മുസ്ലിമീങ്ങൾ. എന്താ ഈ റമദാൻ 30 ദിവസവും നോമ്പ് പിടിക്കുന്നു, പക്ഷെ നോമ്പ് തുറക്കുമ്പോൾ സമൂസയും കട്ട്ലേറ്റും ഈ എണ്ണയിൽ പൊരിച്ചത് ഇങ്ങനെ കഴിച്ച് 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 രോഗികളാകുകയാണ്. കൊളസ്ട്രോൾ കൂടുകയാണ്, നോമ്പ് പിടിച്ച് കൊളസ്ട്രോൾ കൂടുകയാണ്. അതുപോലെ ബലിപെരുന്നാൾ കഴിഞ്ഞിട്ട് നമ്മുടെ ഫ്രിഡ്ജിൽ ഇങ്ങനെ ഒരുപാട് ഇറച്ചി അല്ലെ, അതിങ്ങനെ പൊരിച്ചും കരിച്ചും ഇങ്ങനെ കഴിച്ച് 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 കൊളസ്ട്രോൾ കൂടുന്നു, ഷുഗർ കൂടുന്നു. കഴിക്കണ്ട എന്ന് പറയുന്നില്ല, കഴിക്കണം, മാന്യമായിട്ട് കഴിക്കാം, അല്പം കഴിക്കാം. ഒരു ദിവസം ഒരു മനുഷ്യന് എത്രയാ, ചെറിയ പ്ലേറ്റ് ഉണ്ടല്ലോ, ആ ചെറിയ പ്ലേറ്റ് ബീഫ് ആണ് കഴിക്കാനുള്ള നമ്മുടെ ശരീരം സ്വീകരിക്കുന്ന ആ ഒരു അളവ് അതാണ്. കാരണം അമിതമായി ചെന്നാൽ നമ്മുടെ ദഹനേന്ദ്രിയത്തെ അത് ബാധിക്കും. ഈ പറയുന്ന ഞാനും ശ്രദ്ധിക്കണം. ഞാനും ഒക്കെ ഒരു കല്യാണം വന്നാൽ, നമ്മുടെ കുടുംബത്തിലോ നമ്മുടെ കൂട്ടുകാരോ കല്യാണം വന്നാൽ ശനിയാഴ്ച രാത്രി പോകും, നല്ല നെയ്ച്ചോറും ഇറച്ചിയും കഴിക്കും അല്ലെ. അതുപോലെ ഞായറാഴ്ച രാവിലെ പൊറോട്ടയും ഇറച്ചിയും, ഉച്ചക്ക് നല്ല ബീഫ് ബിരിയാണി, അതുപോലെ തന്നെ വൈകിട്ട് റിസപ്ഷൻ എന്ന് പറഞ്ഞിട്ട് പത്തിരിയും അതുപോലെ തന്നെ പൊറോട്ടയും ചപ്പാത്തിയും ഒക്കെ ആയിട്ട് വീണ്ടും ബീഫ്. ഇങ്ങനെ ബീഫോട് ബീഫ് ആകുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇറച്ചി ഒരു മനുഷ്യൻ കഴിക്കാൻ, കോഴിയിറച്ചി ഇവിടെ ചർച്ചയില്ല കേട്ടോ, കോഴിയിറച്ചി അത് വേറെ ചർച്ചയാണ്. അതിപ്പോ എന്താണ്, വലിയ പ്രശ്നം ഉണ്ടാക്കാത്ത ഇറച്ചിയാണ്. അതിനെപ്പറ്റി നമ്മൾ വിശദമായിട്ട് മുമ്പത്തെ ഒരു വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, അങ്ങോട്ട് കിടക്കുന്നില്ല. ഇതിപ്പോ നമ്മൾ സാധാ ബീഫിനെ പറ്റിയാണുള്ള ചർച്ചയാണ്. ബീഫും ഒരു മനുഷ്യൻ ഏറ്റവും നല്ല സമയം കഴിക്കേണ്ട സമയം അത് ഉച്ചയ്ക്കാണ്. മാത്രമല്ല ബീഫ് കഴിക്കുമ്പോൾ, ഇറച്ചി കഴിക്കുമ്പോൾ ധാരാളമായി സലാഡ് ഉപയോഗിക്കുക. സലാഡ് എന്ന് പറഞ്ഞാൽ സവാളയും കുക്കുംബറും ക്യാരറ്റും ഒക്കെ അരിഞ്ഞിട്ട് അത് കഴിക്കുമ്പോൾ അതിന്റെ എഫക്റ്റ് കൂടുതൽ നമ്മുടെ ശരീരത്തിന് ഏൽക്കില്ല എന്നാണ്. എത്ര അളവിലാണ് കഴിക്കേണ്ടത്, എങ്ങനെ പാചകം ചെയ്യാം, അതിന്റെ കൂടെ എന്ത് കഴിക്കാം, ഇതൊക്കെ വളരെ പ്രാധാന്യമാണ്. ആഴ്ചയിൽ ഒരിക്കലാണ് ഞായറാഴ്ച ഉച്ചക്കോ അല്ലെങ്കിൽ വെള്ളിയാഴ്ച ജുമയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഒരു ഇറച്ചിക്കറിയും ചൂട് ചോറും ഒക്കെ കഴിക്കുമ്പോൾ അത് ആഴ്ചയിൽ ഒന്നാക്കിയാൽ അത് ശരീരത്തിന് നല്ലതാണ്. എല്ലാ ദിവസവും ആക്കിയാൽ അത് ഭയങ്കര പ്രശ്നമാണ്. പിന്നെ രാത്രി കഴിക്കുന്നതിനേക്കാൾ നല്ലത് ഉച്ച കഴിക്കലാണ്. ഇന്നിപ്പോ അങ്ങനെയാണോ? രാവിലെ ഇറച്ചി വാങ്ങിച്ച് വെക്കും, അപ്പൊ രാവിലെ എന്ത് ചെയ്യും, പുട്ടും ബീഫും, പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ആ ഇറച്ചിക്കറി ചൂടാക്കിയിട്ട് ഉച്ചക്ക് ചോറും ഇറച്ചിക്കറിയും, പിന്നെ വൈകുന്നേരം അത് പിന്നെ ചപ്പാത്തിയും ഇറച്ചിക്കറിയും. അപ്പോൾ ഒരു ദിവസം തന്നെ അതിങ്ങനെ നമ്മൾ തിന്നുന്ന ഒരു അവസ്ഥ, അത് ശരീരത്തിന് കേടാണ്. ഇത് എനിക്കറിയാം, നമുക്കൊക്കെ അറിയാം, പക്ഷെ എന്നാലും നമ്മളൊക്കെ അത് കഴിച്ചു പോകും. അത് വളരെ ശ്രദ്ധിക്കണേ, വളരെ ശ്രദ്ധിക്കണേ. 100 ഗ്രാമാണ് ഒരു മനുഷ്യൻ ഒരു ദിവസം കഴിക്കേണ്ട ബീഫ് എന്നാണ്. ബീഫ് 3 ദിവസം അടുപ്പിച്ച് കഴിച്ചാൽ ഹൃദയരോഗ സാധ്യത വളരെ കൂടുതലാണ്. പൊരിച്ച് കരിച്ച് ഗ്രില്ല് വരട്ടി ഇതിനേക്കാളൊക്കെ നല്ലത് കറി വെച്ചിട്ട് കഴിക്കലാണ്. പിന്നെയോ സലാഡ് ധാരാളമായിട്ട് ഇതിൽ ഉൾപ്പെടുത്തുക. ഒരു സവാള, ഒരു 100 ഗ്രാം ബീഫ് കഴിച്ചാൽ ഒരു സവാള മുഴുവനായിട്ടെങ്കിലും കഴിക്കണമെന്നാണ്. കാരണം അതിന്റെ ആ എഫക്റ്റ് ശരീരത്തിൽ നിന്നും പോവാൻ. പിന്നെയോ ക്യാരറ്റോ കുക്കുംബറൊക്കെ ആയിട്ട് കഴിക്കൽ നല്ലതാണ് അല്ലെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെയാ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നബി തങ്ങൾ ഈ 3 വിരൽ കൊണ്ടായിരുന്നു ഭക്ഷണം കഴിച്ചിരുന്നതെന്നാണ്. അത്രമാത്രം സോഫ്റ്റ് ആയിട്ട് അല്പമാണ് നബി തങ്ങൾ കഴിക്കാറുണ്ടായിരുന്നുള്ളൂ. പിന്നെയോ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, വയറെന്ന് പറഞ്ഞാൽ അല്ലെ, വയറ് 3 അവയവങ്ങൾ ഒരു മനുഷ്യൻ സൂക്ഷിച്ചാൽ അവൻ ദുന്യാവിലും വിജയിച്ചു, നാളെ ആഖിറത്തിലും വിജയിച്ചു. നബി തങ്ങൾ പറയുന്നു, ഒന്നാമത്തെ അവയവം അവന്റെ 2 തുടകൾക്കിടയിലെ അവയവമാണ്, നമ്മുടെ ഗുഹ്യ അവയവങ്ങൾ. അത് സൂക്ഷിച്ചാൽ, ഹറാമിൽ നിന്ന് സൂക്ഷിച്ചാൽ നമ്മൾ വിജയിച്ചു. രണ്ടാമത്തെ അവയവം നമ്മുടെ 2 പല്ലുകൾക്കിടയിലുള്ള അവയവം, അത് നമ്മുടെ നാക്കാണ്. ഇതിനെ സൂക്ഷിച്ചാൽ നമ്മൾ വിജയിച്ചു. മൂന്നാമത്തേത് നമ്മുടെ 2 വാരിയെല്ലുകൾക്കിടയിലുള്ള അവയവം, അത് ആമാശയം. നമ്മൾ കഴിക്കുന്ന ഭക്ഷണമൊക്കെ നേരെ പോകുന്നത് എങ്ങോട്ടാ? കുടലുകളിലൂടെ ആമാശയത്തിലേക്കാണ് പോകുന്നത്. പയറെന്ന് പറഞ്ഞാൽ 3 ഭാഗമാക്കണം. 1 ഭക്ഷണത്തിന്, 1 വെള്ളത്തിന്, 1 വെറുതെ ഇടണമെന്നാണ്. ഇതൊക്കെ നമ്മൾ ഇസ്ലാം പഠിപ്പിക്കുമ്പോൾ ഇങ്ങനെ ചെയ്താൽ എല്ലാത്തരം രോഗങ്ങളെ തൊട്ടും നമുക്ക് കാവൽ കിട്ടും. അപ്പൊ ബീഫ് അത് കഴിക്കണം എന്നാണ്. തീരെ കഴിക്കാതിരിക്കരുത് അല്ലെ, തീരെ കഴിക്കാതിരിക്കരുത്. ഇപ്പോ ബീഫ് കയറ്റുമതി ചെയ്തു, അല്ലെങ്കിൽ ബീഫ് കൊണ്ടുപോയി പോത്തിനർത്തു, ബീഫ് സൂക്ഷിച്ചു എന്നൊക്കെ വെച്ച് ഇന്നിപ്പോ നമ്മുടെ നാടുകളിൽ, നമ്മുടെ രാജ്യത്തൊക്കെ ഒരുപാട് അക്രമങ്ങളും കൊലപാതകങ്ങളൊക്കെ നടക്കുന്ന കാലമാണ്. സത്യം പറഞ്ഞാൽ ഒരു തരത്തിലൊരു ബോധവും ഇല്ലാതെ വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ ഒരു വിഭാഗമുണ്ട്. എന്തെങ്കിലും കാണിക്കട്ടെ. അല്ലാഹു തആല അത്തരത്തിലുള്ള ആളുകളുടെ ഷർറിനെ തൊട്ട് നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ ചർച്ച അതല്ല, അങ്ങോട്ട് കിടക്കുന്നില്ല. അപ്പൊ ബീഫ് കഴിക്കേണ്ട രൂപം നമ്മൾ പറഞ്ഞു. അത് അമിതമായാൽ ഉണ്ടാകുന്ന, ശരീരത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ പറഞ്ഞു അല്ലെ. എത്രമാത്രം അളവിലാണ് കഴിക്കേണ്ടത്, ബീഫ് കഴിക്കുമ്പോൾ അതിന്റെ കൂട്ടത്തിൽ എന്ത് കഴിക്കണം. ഇനി ബീഫ് ഉൾപ്പെടെ നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പറയേണ്ട 2 ദുആയുണ്ട്. പലപ്പോഴും നമ്മളത് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ പറയാറുള്ളതാണ്. പറഞ്ഞാൽ ഒരുപാട് ഗുണങ്ങൾ കിട്ടും. ഒന്നാമത്തേത്, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പറയേണ്ട 2 ദുആയുണ്ട്. വളരെ പ്രാധാന്യമുള്ള ദുആയാണ്. ഇങ്ങനെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നിരവധി ദുആകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട 2 ദുആകൾ. അതിൽ ഒന്നാമത്തെ, നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ എന്ത് പറയും? അൽഹംദുലില്ലാ എന്ന് സാധാരണ പറയാറുണ്ട്. ആ കൂട്ടത്തിൽ അൽഹംദുലില്ലാഹില്ലദീ
അത്അമനി വസഖാനി വജഅലനി മിനൽ മുസ്ലിമീൻ. ഈ ദുആ പഠിച്ചു വെക്കുക. എങ്ങനെ? അൽഹംദുലില്ലാഹില്ലദീ അത്അമനി വസഖാനി വജഅലനി മിനൽ മുസ്ലിമീൻ. അൽഹംദുലില്ലാഹ്, സർവസ്തുതിയും അല്ലാഹ് നിനക്കാകുന്നു. എങ്ങനെയുള്ള അല്ലാഹുവാണ്? നീ എന്നെ ഭക്ഷിപ്പിച്ചു, നീ എന്നെ വെള്ളം കുടിപ്പിച്ചു, അല്ലെ? അതുപോലെ നീ എന്നെ മുസ്ലിമാക്കി. അല്ലാഹുവേ, നീ എനിക്ക് ഈമാൻ തന്നു, എന്നെ മുസ്ലിമീങ്ങളിൽ പെടുത്തണേ അല്ലാഹ്. അപ്പൊ ഈ ദുആ അൽഹംദുലില്ലാഹില്ലദീ അത്അമനി വസഖാനി വജഅലനി മിനൽ മുസ്ലിമീൻ, ഈ ഒരു ദുആ പഠിച്ചു വെക്കുക. അതോടൊപ്പം തന്നെ മറ്റൊരു ദുആ കൂടി ഞാൻ പറഞ്ഞു തരാം. അൽഹംദുലില്ലാഹില്ലദീ അത്അമനി ഹാദാ വറസഖനീഹി മിൻ ഗൈരി ഹൗലി മിന്നി വലാ ഖുവ. വല്ലാത്ത പവറുള്ള ദുആയാണ്. ഈ ദുആ പറഞ്ഞാൽ അവൻ ആ കഴിച്ച ഭക്ഷണത്തിൽ എന്തെങ്കിലും വിഷാംശം ഉണ്ടെങ്കിൽ അത് ശരീരത്തിൽ ഏൽക്കില്ല എന്നാണ്. എന്താ അതിന്റെ അർത്ഥം? അല്ലാഹുവേ, ഈ ഭക്ഷണം അത് കഴിച്ചതും ഈ ഭക്ഷണം എനിക്ക് കിട്ടിയതൊക്കെ എന്റെ കഴിവല്ല, നിന്റെ കഴിവാണ്. അപ്പൊ അല്ലാഹുവിലേക്ക് ഭരമേൽപ്പിക്കുന്ന ഒരു വാക്കാണ് അൽഹംദുലില്ലാഹില്ലദീ അത്അമനി ഹാദാ വറസഖനീഹി മിൻ ഗൈരി ഹൗലി മിന്നി വലാ ഖുവ. ഒന്നുകൂടി, അൽഹംദുലില്ലാഹില്ലദീ അത്അമനി ഹാദാ വറസഖനീഹി മിൻ ഗൈരി ഹൗലി മിന്നി വലാ ഖുവ. അപ്പൊ ഈ രണ്ട് ദുആ പഠിച്ചു വെക്കുക. പ്രത്യേകമായിട്ട് ഭക്ഷണം എപ്പോൾ കഴിച്ചാലും നമ്മൾ പറയുക. പിന്നെയോ, ബീഫുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അതിന്റെ ഗുണങ്ങൾ അല്ലാഹു നമുക്ക് തരട്ടെ, അതിന്റെ ദോഷങ്ങളെ തൊട്ട് റബ്ബ് തആല കാക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നാളെ മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.